നമസ്കാരം. ഇന്ന് ശ്രീ ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പി.കെ. ശശിക്കെതിരെ അനുകൂലമായി വളരെ വലിയ പ്രസ്താവനകളെല്ലാം നടത്തി. അത് അദ്ദേഹം നടത്തേണ്ട സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിലും പി.കെ. ശശിയെക്കുറിച്ച് ഗണേശന് വലിയ അറിവില്ല എന്നാണ് പാലക്കാട്ടുകാരായ ഭൂരിപക്ഷ ആൾക്കാർക്കും പറയാനുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ശ്രീ ഗണേശൻ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുള്ളത് കൊണ്ടും ഞാൻ ശക്തമായി എതിർക്കുന്നതുകൊണ്ടാണ് ശ്രീ ഗണേശനെതിരായിട്ടല്ല, ഈ വിഷയത്തിനെതിരെ, പ്രസ്താവനയ്ക്കെതിരെ മറുപടി പറയുന്നത്. ശശി ആൾ ദൈവമാണ്, ഭക്തനാണ്, മണ്ണാർക്കാടിൻ്റെ മുത്താണ്. പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് തന്നെ ശശിയുടെ പിന്തുണയിലാണ്. ശശിയില്ലെങ്കിൽ പാർട്ടിയില്ല എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ശ്രീ ഗണേശ് ഇന്ന് അദ്ദേഹത്തെ സൂചിപ്പിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടായിരിക്കാം. മന്ത്രി എന്ന നിലയ്ക്ക് ഇല്ലെങ്കിൽ വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടായിരിക്കും. അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായിട്ട് ശശിയേട്ടനെ, പി.കെ. ശശിയെ അറിയാമെന്ന്. ഈ മേക്കപ്പ് ചെയ്യുന്നവരോട് കൂടുതൽ സ്നേഹമുള്ള അല്ലെങ്കിൽ സിനിമ ഫീൽഡിൽ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഗണേഷ് കുമാർ. മേക്കപ്പിൻ്റെ കാര്യത്തിൽ ശശിയേട്ടനും വയസ്സിന് മൂത്തോണ്ട് ശശിയേട്ടനെ വിളിക്കണം. ശരിക്കും ഞാൻ പി.കെ. ശശി എന്നാണ് പറയേണ്ടത്. എങ്കിലും ഞാൻ ഇടയ്ക്കാണ് വിളിച്ചു പോകും. കാരണം നമ്മൾ എപ്പോഴും വിളിച്ചാലേ നമുക്ക് വരില്ല. അതുകൊണ്ട് ഇപ്പോഴും മൂപ്പർക്ക് അത് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. മൂപ്പർക്ക് അപ്പപ്പോൾ മൂപ്പരുടെ ഉയർച്ചയുടെ സ്റ്റെപ്പുകൾ മാത്രമാണ് മൂപ്പർക്ക് അറിയുള്ളൂ. അപ്പോൾ ശ്രീ ഗണേശ് പറഞ്ഞത് 100% തെറ്റാണ്. വളരെ വിശാലമായ ഒരു കഥ പറയുന്നതിനൊന്നും ഞാൻ പോകുന്നില്ല. എങ്കിലും മലബാർ സിമൻസിൻ്റെ അഴിമതി ഉയർത്തി കൊണ്ടുവന്നത് ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഞാൻ അധ്യക്ഷനായിരിക്കുന്ന സംഘടനയാണ്. അന്ന് ഉയർത്തി കൊണ്ടുവരുമ്പോൾ ഞാൻ പ്രവാസി സംഘടനയുടെ, കേരള പ്രവാസി സംഘത്തിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അന്ന് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പി. ഉണ്ണിയാണ്, സഖാവ് പി. ഉണ്ണി. അന്ന് എൻ്റെ നിലപാട് ശരിയല്ലെന്നും അടിയന്തരമായിട്ട് ഈ കേസുകളെല്ലാം പിൻവലിക്കണമെന്നും പറഞ്ഞ് സഖാവ് ആർച്ചാമേട്ടനെ ഭീഷണിപ്പെടുത്തിയ ഒരു അനുഭവം എനിക്കുണ്ട്. സഖാവ് ആർച്ചാമേട്ടൻ പുതുശ്ശേരി പഞ്ചായത്തിൽ അറിയപ്പെടുന്ന, പാർട്ടി സ്നേഹിക്കുന്ന, ജനങ്ങൾ മുഴുവൻ ആരാധിക്കുന്ന ഒരു സഖാവാണ്. ഇപ്പം മരണപ്പെട്ടു. അതുകൊണ്ട് കൂടുതൽ ആ വിഷയത്തിൽ കിടക്കുന്നില്ല. അന്ന് പറഞ്ഞ അഴിമതി പുറത്തു കൊണ്ടുവരാൻ, അഴിമതി തുറന്നു കാണിക്കാനും പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. കേരളത്തിലും ഇന്ത്യയിലും മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട് അഴിമതിക്കെതിരെ പോരാടാൻ എന്നുള്ള കാര്യം സത്യമാണ്. അതിൽ നമുക്കും എതിരഭിപ്രായമില്ല. കാരണം ഞാനും CPM-ൻ്റെ ഒരു സഹയാത്രികനും CPM-നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, ആ പ്രസ്ഥാനം ഈ രാജ്യത്ത് വേണമെന്ന് വിശ്വസിക്കുന്ന, ആ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതും ശശിയും തമ്മിൽ വളരെ അന്തരമുണ്ട്, ധ്രുവങ്ങൾ, വ്യത്യാസങ്ങളുണ്ട്. രണ്ട് ധ്രുവത്തിലാണ്. അത് ശ്രീ ഗണേഷ് കുമാർ അറിയാതെ പോയതിൽ ഞാൻ ഖേദിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു. ഒരാളെ പറ്റി അഭിപ്രായം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കണം.
മലബാർ സിമൻസിൻ്റെ കേസിൽ എന്നെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തി പുറത്താക്കിയൊരു വ്യക്തിയാണ് പി കെ ശശി അന്ന്. പിന്നീട് അതേ പി കെ ശശി തന്നെയാണ് എന്നെ സംഘടനയിൽ ഇന്ന് കൊണ്ടുവരാൻ വേണ്ടി വഴിയൊരുക്കിയതും. അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള സംഘടനയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റാണ് കേരള പ്രവാസി സംഘത്തിൻ്റെ. പാർട്ടി മെമ്പർ അല്ലാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് നിലപാടുകൾ ധൈര്യമായിട്ട് പറയാം. പല നിലപാടുകൾ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശദമായിട്ട് എൻ്റെ പരാതി ബഹുമാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയൻ സഖാവിനും പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദ മാഷ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥയ്ക്ക് ഉപരി നമ്മൾ ഒരു DYFI വനിതാ നേതാവിൻ്റെ പരാതിയെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ടായി ചാനലുകൾ മുഴുവൻ. അതിപ്പോൾ ഗണേശൻ്റെ അഭിപ്രായത്തിൽ ശ്രീ ഗണേശ് പറയുന്നത് ചിലപ്പോൾ സത്യമല്ല എന്ന് പറയുമായിരിക്കാം. എന്നാൽ സത്യങ്ങളില്ലേ? സത്യങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ് സത്യം എന്ന് പറയുന്നത്? ആ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ആ വനിതാ സഖാവിൻ്റെ വീട്ടിലേക്ക് പോയത് എൻ്റെ വാഹനമാണ്. ആ വാഹനത്തിൽ ഞാനുണ്ടായിരുന്നു. അന്ന് ആ വീട്ടിൽ നിന്ന് സംസാരിച്ചത് KGOൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും വെറ്റിനറി ഡോക്ടറുമായ ഡോക്ടർ M.A. നാസറാണ്. സഖാവ് M.A. നാസർ. അദ്ദേഹം ഞാനും കൂടിയാണ് പോയത്. മറ്റൊരു സഖാവ് വരാമെന്ന് പറഞ്ഞിരുന്നു കൂടെ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം വന്നില്ല. അദ്ദേഹം വരില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അതുണ്ടായ കാര്യങ്ങളെല്ലാം ശ്രീ പി കെ ശശിയുടെ വീട്ടിൽ പോയിട്ട് ബോധിപ്പിച്ചാണ്. പിന്നീട് ന്യൂസ് 8 ചാനലിൽ ശശിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനാണ് വന്നിരുന്നത്. അപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഡൊമിനിക് പ്രസൻറ്റേഷൻ MLA മറ്റൊന്ന് രണ്ട് പേരുണ്ടായിരുന്നു. അന്ന് ഞാൻ ഞാൻ അവരോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ആരെങ്കിലും കത്ത് കണ്ടിട്ടുണ്ടോ, ഈ പരാതി കണ്ടിട്ടുണ്ടോ? അപ്പോഴങ്ങനെ പരാതിയുണ്ട്, അങ്ങനെ കത്തുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. ഈ പാർട്ടി അന്വേഷണം എന്ന് പറഞ്ഞാൽ CPMനെ സംബന്ധിച്ചോളം അത് വലുതാണ്. CPMൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചോളം വലുതാണ്. അത് ശ്രീ ഗണേശ് കുമാറിന് അറിയില്ല. അദ്ദേഹത്തിന് ഈ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന 100-500 മെമ്പർഷിപ്പുള്ള സംഘടന നേതാവാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവാണ്. അതിലും കൂടുതലൊന്നും അദ്ദേഹത്തിനില്ല. പിന്നെ അദ്ദേഹത്തിന് പല വേദനകളുണ്ടായിട്ടുണ്ട്. അതിൽ സത്യങ്ങളുണ്ടോ സത്യങ്ങളില്ലേ എന്നാണ് അദ്ദേഹത്തിന് വ്യക്തമാക്കാം. പി കെ ശശിയുടെ കാര്യത്തിൽ അദ്ദേഹം മന്ത്രി എന്ന നിലയ്ക്ക് LDFൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിലപാട് പറഞ്ഞത് അതൊരു ശരിയായ നിലപാടല്ല എന്നുള്ള ഉപരി പറഞ്ഞതും ശരിയല്ല എന്നാണ് ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിന് പറയാനുള്ളത്. പിന്നെ ബാക്കി കഥകളിലേക്കൊന്നും കടക്കണില്ല. മണ്ണാർക്കാട് പോയിട്ട് അവിടുത്തെ ടിപ്പറുകാരോടും അവിടുത്തെ വണ്ടിക്കാരോടും അവിടുത്തെ വ്യവസായികളോടും എല്ലാവരോടും ചോദിക്കേ. അത് നിങ്ങളായിട്ട് പോയി ചോദിക്കരുത്. നിങ്ങൾ സാധാരണക്കാരനെ വിട്ട് ഒരു ബന്ധമില്ലാത്തവരെ വിട്ട് സംസാരിപ്പിക്കുക. എത്ര പേര് നല്ലത് പറയുന്നുണ്ട്, എത്ര പേര് പൊട്ട പറയുന്നുണ്ടെന്ന് അപ്പം അറിയാം. പിന്നെ അഴിമതിയുടെ കാര്യം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്ടിരിക്കുന്നതാണ് ഉചിതം. അത് അദ്ദേഹത്തിൽ നിൽക്കില്ല, നേരെ താഴെ കുറേ താഴ്ത്തിക്കെത്തും. അതുകൊണ്ട് ഞാൻ ആ അഴിമതിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോഴും ചില MLAമാരുടെ ചില കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്നത്, ഇലക്ട്രിക് കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയല്ലേ? അതിലേക്ക് ഞാൻ കിടക്കണോ? ഞാൻ അവിടുന്ന് പലതവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ആ വക വിഷയങ്ങളിലേക്ക് ഒന്നും കിടക്കണില്ല. എന്നെ സംബന്ധിച്ചോളം ശ്രീ ഗണേശനോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിനു മുമ്പ് ഫോറസ്റ്റ് മന്ത്രിയായിരിക്കുമ്പോൾ എന്നാണ് എൻ്റെ ഓർമ്മ, നിങ്ങൾ മോഹൻലാലിനെ സംരക്ഷിക്കാൻ, ശ്രീ മോഹൻലാലിനെ പ്രശസ്ത സിനിമാ നടനെ സംരക്ഷിക്കാൻ വേണ്ടി അന്നത്തെ കേന്ദ്ര ഫോറസ്റ്റ് മിനിസ്റ്റർ ശ്രീമതി ജയന്തി നടേശന് നിങ്ങൾ ഈ കേസ് തള്ളിക്കളയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പരാതികൾ നിങ്ങൾ അപേക്ഷകൾ അയച്ചില്ലേ? അന്ന് മോഹൻലാലിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിപ്രായമായിരുന്നല്ലോ.
ഇന്നും നിങ്ങൾക്ക് അഭിപ്രായമായിരിക്കും. കാരണം നിങ്ങളൊക്കെ ആ ഒരു ഫീൽഡിലുള്ളവരാണല്ലോ. മന്ത്രി ആയാലും ആരായാലും നിങ്ങളൊക്കെ സിനിമ ഫീൽഡിലുള്ളവരാണ്. ശ്രീ മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസ്, 4 ആനക്കൊമ്പിൻ്റെ കേസ് കോടതി ഹർജി കൊടുത്ത ഒരാളാണ് ഞാൻ. ഇന്ന് വരെ ഹർജി ഞാൻ എത്തിച്ചില്ലേ പെരുമ്പാവൂർ കോടതിയിൽ. അദ്ദേഹം അഭിനയത്തിൽ രാജാവാണ്, അതിലൊരു തർക്കമില്ല. അയാൾ അഭിനയിക്കാനും അഭിനയിക്കുന്ന കാര്യം ജനം അത് അയാളെ കഴിവാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിലൊന്നും എനിക്കൊരഭിപ്രായം. ഞാനും അദ്ദേഹത്തിൻ്റെ പല പടങ്ങളും കണ്ട് എനിക്കും ഭയങ്കരമായി അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കും. ഇന്നുവരെ പറഞ്ഞോ ആനക്കൊമ്പ് കേസ് എങ്ങനെ, ആനക്കൊമ്പ് എവിടെ നിന്ന് കിട്ടി, എന്ത് കിട്ടി, എങ്ങനെ കിട്ടിയെന്ന്? ഗവൺമെൻറ് മാറി മാറി തള്ളിക്കളയാൻ ശ്രമിച്ചല്ലോ. അതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തല്ലോ. വലിയൊരു ഇൻ്റർനാഷണൽ അവാർഡ്, ആദ്യത്തെ അവാർഡ് എന്താ കൊടുക്കാതിരിക്കാൻ കാരണം? എൻ്റെ ഹർജിയായിരുന്നു, എൻ്റെ അപേക്ഷയായിരുന്നു രാഷ്ട്രപതിക്കുള്ളത്. ഇപ്പോൾ വീണ്ടും കൊടുത്തല്ലോ, വാദിച്ച് കൊടുക്കല്ലേ. അപ്പോൾ അദ്ദേഹം ആനക്കൊമ്പ് കേസിലെ ആളല്ലേ? ആനക്കൊമ്പ് കേസിൻ്റെ ഡീൽ നടന്നിട്ടില്ലേ? ആനക്കൊമ്പ് മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് ആകാശത്തിന് പൊട്ടി വീണതാണോ? അതൊരു കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതല്ലേ. പക്ഷെ ഞാൻ പെരുമ്പാവൂർ കോടതിയിൽ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പോയിട്ടില്ല, വേറെ ആരൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എൻ്റെ നിന്ന് വാങ്ങിയിട്ട്. പക്ഷേ അതിൽ ഏത് സമയത്തും എനിക്ക് കയറാം, കാരണം കോടതിയിൽ ഓർഡർ ഉണ്ട്. ഇന്നത്തെ DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായ അഡ്വക്കേറ്റ് ഷാജി സാറില്ല അന്ന് എനിക്ക് വേണ്ടി ഹാജരായത് ഹൈക്കോടതിയിൽ, അന്നത്തെ സീനിയർ അഭിഭാഷകൻ. അന്നൊരു ഓർഡർ ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ആ കേസ് തള്ളിക്കളയോ അതിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ എന്തെങ്കിലും നിലപാട് പറയണമെങ്കിൽ ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിന് മറുപടി നിലപാടും പറയാമെന്ന്. ഞങ്ങൾ പറയാൻ പോകുന്നില്ല, എപ്പോൾ പോയിട്ടില്ല എന്ന് വെച്ച് മോഹൻലാൽ ആനക്കൊമ്പ് കേസിലെ പ്രതി അല്ലാതാണോ നിങ്ങൾ പറയുന്നത്? തെറ്റാണ്. ഞാനിതേപോലെ ഒരു കേസിൽ എന്നെ പോലീസ് പ്ലാൻ ചെയ്തിട്ട് എന്നെ കുടുക്കി. വലിയൊരു കേസിൽ കുറേ പോലീസ് എന്നെ രക്ഷിച്ചു. പക്ഷേ ഞാൻ ആ കേസിൽ പ്രതിയായി. പിന്നീടാണ് കോടതിയിൽ നിന്ന് ആ കേസിൽ എന്നെ വെറുതെ വിട്ടത്. അത് ഞാൻ നിരപരാധിയാണെന്ന് ആരും പറയണില്ല. ഇപ്പോൾ ഞാൻ നിരപരാധിയെന്ന് കോടതി പറഞ്ഞു, എന്നെ വെറുതെ വിട്ടു കേസാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന പല വിഷയങ്ങളാണ്. ഞാൻ മോഹൻലാലിൻ്റെ ഉദാഹരണം പറയണം. ഞാൻ അദ്ദേഹത്തിനെതിരെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞു പോയിട്ടില്ല, ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയമാണെങ്കിലും ഞാൻ ആ വിഷയത്തിൽ ഇനി നിലപാട് വേണ്ട എന്നുള്ള അഭിപ്രായത്തിലിരിക്കുകയാണ്. പിന്നെ ആ രീതിയിൽ വന്നാൽ ആ നിലപാട് കൃത്യമായി കൈകാര്യം ചെയ്യാനും എനിക്കറിയാം. അതിനിപ്പോൾ എത്ര വലിയവരായാലും ഞങ്ങളെ സംഘടന കാര്യം ഏറ്റെടുത്താൽ അത് 100% പൂർത്തീകരിക്കാനുള്ള കഴിവുള്ളൊരു സംഘടന ഞങ്ങളുടെ. പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും പല വിഷമങ്ങളുണ്ടാവും, പലതും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിച്ചാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭയം ഞങ്ങളുടെ സംഘടനയ്ക്കില്ല. ഇവിടെ പറഞ്ഞു വന്നത് PK ശശിയുടെ കാര്യമാണ്. അപ്പോൾ PK ശശിനെ നിങ്ങൾ സംരക്ഷിച്ചോളൂ, നിങ്ങൾ അദ്ദേഹത്തെ ഉയർത്തി കൊണ്ടുവരൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിസ്ഥാനം വരെ അദ്ദേഹത്തിന് വേണമെങ്കിൽ നൽകാം, അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷേ ഒരാൾ പുണ്യാളാണ്, അദ്ദേഹം തന്നെ പുണ്യാളല്ലോ, അദ്ദേഹത്തിന് ഉപരി മറ്റു പുണ്യാളില്ല എന്നൊന്നും പറയരുത്. എന്നാൽ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാത്തതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനെ ചെയ്ത തെറ്റുകൾക്കോ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾക്കോ ഒരു ശിക്ഷ കിട്ടിയാൽ അത് അവസാനിപ്പിച്ച് പോകണം, ഇല്ല അവസാനിക്കണം എന്നുള്ളൊരു നിലപാടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ കഥയിലേക്ക് ഞാൻ കിടക്കാത്തത്. 100 കണക്കിന് കഥകൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ശ്രീ ഗണേശ് ഫ്രീ ക്ലബ്ബ് എന്നെ വിളിക്കും, ഞാൻ നിങ്ങൾക്ക് ശശിയേട്ടൻ്റെ എല്ലാ കഥകളും, PK ശശിയുടെ എന്തെല്ലാം കഥ നിങ്ങൾക്ക് അറിയണോ ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ച് ഇവിടുത്തെ എല്ലാവരും പരിപൂർണ വ്യക്തിത്വത്തിൻ്റെ ഉടമയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, CITU സംസ്ഥാന പ്രസിഡന്റ് ഇല്ല ജില്ലാ പ്രസിഡന്റ്, നിങ്ങൾ ട്രേഡ് യൂണിയൻ ശക്തമായി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ആ ജില്ലാ പ്രസിഡന്റ് നിലയ്ക്ക് നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവിടുത്തെ അതിൻ്റെ ഓണർമാർ കേൾക്കില്ലേ? ഇപ്പോൾ ഉദാഹരണം പ്രഭാകരൻ MLA, മലമ്പുഴ MLA എടുക്കൂ, അദ്ദേഹത്തിൻ്റെ അനിയൻ കോൺട്രാക്ടർ ഉണ്ണി എടുക്കൂ. ഏറ്റവും വലിയ കോൺട്രാക്ടറാണ് പാലക്കാട് ജില്ലയിൽ. അദ്ദേഹം വർക്ക് ചെയ്യുന്ന മുഴുവൻ കഞ്ചിക്കുഴി ഇൻഡസ്ട്രിയൽ ഏരിയയില്ല. അവിടെ എല്ലാ മേഖലകളിലും CITU ശക്തമാണ്. CITU എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ശക്തം, ചെറിയ ശക്തമല്ല. അവിടുത്തെ കോൺട്രാക്ട് വർക്കുകൾ മുഴുവനും ശ്രീ P ഉണ്ണിക്കാണ്. സോറി, ഈ പ്രഭാകരൻ്റെ സഖാവ് പ്രഭാകരൻ്റെ അനിയൻ ഉണ്ണിക്കാണ്. പ്രഭാകരനോട് ചോദിച്ച പ്രഭാകരൻ എന്താ പറയുക? അയ്യോ, എൻ്റെ അനിയൻ അവൻ കഷ്ടപ്പെട്ട് അവൻ പഠിച്ചുമില്ല, അവനും കോൺട്രാക്റ്റായി, എനിക്കെന്തായാലും പങ്ക്.
എനിക്ക് ആരുമില്ല, ഞാനുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, എനിക്കാവില്ല. അവൻ്റെ വഴിക്ക് ജീവിച്ചു പോകുന്നു. പക്ഷെ അങ്ങനെയാണോ കോൺട്രാക്ട് വർക്കിൽ കിട്ടുന്നത്, സൺഗോവനിൽ കിട്ടുന്നത്? അങ്ങനെയാണോ മറ്റുള്ള കമ്പനികളിൽ കോൺട്രാക്ട് വർക്ക് കിട്ടുന്നത്? ഇപ്പം ഞാൻ പല കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്, പല സ്ഥലത്ത് വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ മകൻ സ്ഥലത്ത് ജോലിക്ക് പോകണമെങ്കിൽ എനിക്ക് വിളിച്ച് പറയണം, എൻ്റെ മകനാണോ നിങ്ങൾ സഹായിക്കണമെന്ന്. സഹായിക്കില്ലേ? എൻ്റെ സംഘടനയെക്കുറിച്ചും എന്നെയും ഭയമുള്ളതെങ്കിൽ സഹായിക്കും, ഇല്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ സഹായിക്കും. ഏത് രണ്ട് വിധത്തിലായാലും സഹായിക്കാണ്ടിരിക്കില്ലല്ലോ. ന്യായപ്രകാരൻ്റെ കാര്യം ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഈ ഉദാഹരണങ്ങൾ വേറെ പലരും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇങ്ങനെ എല്ലാവർക്കും എതിരെ ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടിയുണ്ട്. പക്ഷേ ആ ഒരു ലൈനിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. പക്ഷേ ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീ ഗണേശ് പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. നിങ്ങളങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. CPM അറിയാം CPM കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഞാൻ പോലും CPM കാര്യങ്ങൾ പറയാൻ ബാധ്യസ്ഥനല്ല. കാരണം പറയാതെ ഒരു അർഹതയില്ല. പാർട്ടി അനുഭാവി ആയതുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറി എടുത്ത പാർട്ടി സെക്രട്ടേറിയറ്റ് എടുത്ത നിലപാടിനെ വിമർശിക്കാൻ മാത്രമൊന്നും നിങ്ങളായിട്ടില്ല. ഇതൊരു പാർട്ടി മെമ്പർക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ വേറെ പലർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ രീതിയിൽ നിങ്ങൾക്ക് രൂക്ഷമായി തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മളൊന്നും സാധാരണക്കാരൻ പറയുന്നതൊന്നും നിങ്ങളെപ്പോലെ മന്ത്രിമാർക്കും മറ്റുള്ളവർക്കൊന്നും വലിയ വില വയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പറയാണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടി ഒക്കെ തീരുമാനിക്കാൻ ഇവിടെ പാർട്ടിയുണ്ട്, പാർട്ടി സഹാക്കളുണ്ട്, പാർട്ടി മെമ്പർമാരുണ്ട്. അതിൻ്റെ താഴെ ഞങ്ങളെപ്പോലെ പാർട്ടി സ്നേഹിക്കുന്നവരുണ്ട്. അവിടെ കേരളത്തിലെ 1-2 ജില്ലകളിലെ 100 ആളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവൊന്നും ഒരു പ്രസ്താവന നടത്തി ഇവിടെ ആരെയും കുലുക്കണ്ട. അത്ര വലിയ ആ നിങ്ങൾ പറഞ്ഞോ, നിങ്ങളുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ടാണ് ഞാൻ. നിങ്ങൾ എല്ലാ മെസ്സേജുകളും ഞാൻ എൻ്റെ ഫോണിൽ ഫോർവേഡ് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ വാട്സപ്പിലെ എല്ലാ സന്ദേശങ്ങളും ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന ആളാണ്. എല്ലാം കേൾപ്പിക്കും. കാരണം അത് കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു. മന്ത്രി എന്ന നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ അംഗീകരിക്കുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾ അദ്ദേഹത്തെ അറിയാതെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ ഇത് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് യാതൊരു തരത്തിലും അത് വലിയ കുറ്റബോധം മനസ്സിൽ കിടക്കും. അതുകൊണ്ട് പറയാണ്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. പണ്ട് കാരണന്മാർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അച്ചട്ടാണ്. പണ്ട് എന്തൊക്കെ പഴമൊഴികൾ കാരണന്മാർ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അച്ചട്ടാണ്. സമയങ്ങളിൽ കിട്ടും. അത് എനിക്കായാലും കിട്ടും, നിങ്ങൾക്കായാലും കിട്ടും, PK ശശിക്കായാലും കിട്ടും. ഒരാൾക്കും അതിൽ കോംപ്രമൈസ് ഇല്ല. ഇനിയിപ്പോൾ ആരൊക്കെ സംരക്ഷിക്കാൻ നോക്കിയാലും തെറ്റ് ചെയ്തവൻ എപ്പോഴൊരു കുഴി വന്ന് ചാടും. ആ ചാടുമ്പോൾ സംരക്ഷിക്കാൻ ആര് തലകുത്തി പറഞ്ഞാൽ സംരക്ഷിക്കാൻ പറ്റില്ല. ഇതിലും വലിയ വമ്പന്മാരിവിടെ വീണിട്ടില്ലേ? ഏതെല്ലാം പാർട്ടികളിൽ വീണുണ്ട്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചോളം പോസ്റ്റ് ബോക്സ് നമ്പർ 29 ഞങ്ങളുടെ സംഘടനയിലെ എന്തെല്ലാം റെക്കോർഡുകളാണ് വരുന്നത്. ഏതെല്ലാം MLA-മാരെ കുറിച്ച്, മന്ത്രിമാരെ കുറിച്ച്, ഏതെല്ലാം പ്രസ്ഥാനങ്ങളെ കുറിച്ച്, എന്തൊക്കെ. നമ്മൾ അതിനൊന്നും എല്ലാറ്റിനും പ്രതികരിക്കാൻ പോവില്ല. ചിലത് കൃത്യമായി നോക്കി. ഇപ്പം തന്നെ ഹേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ ഞങ്ങളെ ഒരു ചാനൽ ഞങ്ങളെ വാർത്തകൾ കൊടുത്തില്ല. ഞങ്ങൾ അതിന് മാത്രം റേഞ്ചുള്ളവരല്ല. പക്ഷെ ഞങ്ങൾ ആ സാധനം മനുഷ്യാവകാശ കമ്മീഷൻ്റെ പരാതി മിഞ്ഞാൻ തന്നെ കൊടുത്തു. ഇന്നലെ അതിന് നമ്പർ ഇട്ടു, കംപ്ലയിൻറ്റ് സ്വീകരിച്ചു, പരാതി സ്വീകരിച്ചു, നമ്പർ ഇട്ടു, കേസ് രജിസ്റ്റർ ചെയ്തു. അതാണ് ഞങ്ങളുടെ സംഘടന. ഇവിടെ സോളാർ കേസ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കേസല്ലേ. മലബാർ സിമൻസ് അഴിമതി, ബാർക്കോഴ, ഇരുമ്പുരുക്ക് കമ്പനികളുടെ, കഞ്ചിക്കോട് ഇരുമ്പുരുക്ക് കമ്പനികളുടെ വൈദ്യുതി മോഷണം, അവിടുത്തെ പാവപ്പെട്ടവൻ്റെ തൊഴിൽ പീഡനം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ സംഘടന ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് എല്ലാറ്റും വാർത്താ പ്രാധാന്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഇവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ വാർത്താ പ്രാധാന്യം കൊടുക്കുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അവർ കൊടുക്കുള്ളൂ. അത് വേറെ കാര്യം, അത് ഞങ്ങൾക്കും അറിയാം. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഹേമ കമ്മിറ്റിയുടെ വാർത്ത വന്നിട്ടുണ്ട്. ഇന്നലെ കേസെടുത്ത് കഴിഞ്ഞാൽ വിവരം വാർത്തയില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം അവസാനം ഞങ്ങളായിരിക്കും മുമ്പിലുണ്ടാവുക. അവസാനം വരെ ഞങ്ങൾ പുറകിലായിരിക്കും. അവസാനം ഞങ്ങളുടെ സംഘടനയായിരിക്കും മുന്നിലുണ്ടായിരിക്കുക. അതാണ് ഞങ്ങളുടെ നിലപാട്.
എന്നുവെച്ച് ശശിയേട്ടൻ തെറ്റിദ്ധരുത്തി ശക്തനായ പാർട്ടി നേതാവ് ആവണം. ഇനിയും സമയമുണ്ട്. അദ്ദേഹത്തിന് 65 വയസ്സേ ആയിട്ടുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇനിയുമുണ്ട് സമയം. അതുകൊണ്ട് അദ്ദേഹം തിരിച്ച് ശക്തനായി പ്രവർത്തിക്കണം. നിലപാടുകളെല്ലാം മാറി കൃത്യമായ നിലപാടും കൃത്യമായ പാർട്ടിയുടെ ഒപ്പം നിൽക്കുകയും ചെയ്യണം. ഇപ്പം കിട്ടിയ സ്ഥാനമാനങ്ങളൊക്കെ ബന്ധം കൊണ്ടും അദ്ദേഹത്തെ തിരുവനന്തപുരത്തുള്ള സ്വാധീനം കൊണ്ടൊക്കെയാണ്. അർഹതപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഇല്ല. ഒരു അർഹതപ്പെട്ട സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവിലും വിശ്വാസത്തിലുള്ള നിലപാട്. കുറച്ച് കാലം മുമ്പ് ഒരേ നിലപാടല്ലായിരുന്നു എനിക്ക്. എന്നെ പ്രവാസിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പോലും എനിക്ക് നിലപാടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളും ബന്ധങ്ങളും എല്ലാവരും അവനവൻ്റെ മക്കളെയും കുടുംബക്കാരെയും സ്വന്തക്കാരെയും മാത്രം ഓരോ സ്ഥാനങ്ങളിൽ ഇരുത്താണ്. അല്ലാത്തവരൊക്കെ ഇവിടെ ലോഡിങ് പണി. ഒരു വെട്ടുതാണ് കുത്തുകയെന്ന് കേസിലെ പ്രതിയായവനൊക്കെ ലോഡിങ്ങിലാണ് പണി. ഇപ്പുറത്തെ MLA MP മന്ത്രി ആയവർക്കൊക്കെ മക്കൾക്ക് മലബാർ സിമെൻറ്റ്സ് മുതൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ കൂടി പോകും. ഓരോരുത്തരുടെ വിവരാവശ്യവും അല്ലാതെയായിട്ട് ഒരു 100 കണക്കിന് കാര്യങ്ങൾ എൻ്റെ കയ്യിലിരിക്കുക. ഓരോരുത്തരുടെ മക്കളെ അവിടെ ജോലി ചെയ്യുന്നു, പെങ്ങളെ മക്കളെ അവിടെ ചെയ്യുന്നു, അമ്മായിയുടെ മക്കളെ അവിടെ ചെയ്യുന്നു, ഏതെല്ലാം കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നു, എന്തെല്ലാം കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നു, എവിടെയൊക്കെ അവർ വർക്ക് ചെയ്യുന്നു, എല്ലാവരും രൂപരേഖ നമുക്ക് ഇരിക്കുക. ഞാനത് പറഞ്ഞാൽ കൂടിപ്പോകുന്നതുകൊണ്ടും പറയാൻ പാടില്ലാത്തതുകൊണ്ടും അവനവൻ്റെ ആൾക്കാർ തന്നെ കുഴി കൊണ്ട് ചാടിക്കാൻ പാടില്ലാത്തതുകൊണ്ടും പറയാതിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീ ഗണേശ്, ബഹുമാനപ്പെട്ട മന്ത്രി, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് നടക്കുന്ന ഒരാളാണ്. നിങ്ങളെല്ലാ വാർത്തകളും നിങ്ങളുടെ പ്രസ്താവനകളും ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിടുന്ന ആളാണ്. എൻ്റെ ഫേസ്ബുക്ക് നോക്കി അറിയാം. അപ്പോൾ നിങ്ങളെപ്പോലെ ആളുകൾ പറഞ്ഞ നിലയ്ക്ക് നിങ്ങൾ കാര്യങ്ങൾ അറിയാതെയാണ് പറഞ്ഞത്. നിങ്ങളത് പിൻവലിക്കാൻ തയ്യാറാവണമെന്നാണ് ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന ഞങ്ങളുടെ സംഘടനയ്ക്ക് കൃത്യമായ നിലപാട് അങ്ങോട്ട് പറയാനുള്ള ഒരു ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനും കൂടിയാണ് ഞാൻ. പാർട്ടി പ്രത്യേകിച്ച് കടുത്ത CPM-നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇതിപ്പോൾ തന്നെ മറുപടി. ഇതുപോലെ എല്ലാവർക്കും പറയാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവരും പറഞ്ഞോളൊന്നുമില്ല. പക്ഷേ ഞാൻ പറയും, ഇനി എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാലും ജനാധിപത്യമുള്ള ഈ നാട്ടിൽ അത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ എടുക്കണം. ഇനിയൊരു പ്രസ്താവന, അങ്ങനത്തെ പ്രസ്താവനകൾ വന്നാലും ഞാൻ മറുപടി പറയും. ഈ കേസിൽ മാത്രം CPM-മായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലത്തെ പല നേതാക്കന്മാരെ പറ്റി അറിയാതെ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ സത്യസന്ധമായി അറിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഒരു നിലപാടും പറയില്ല, പറയാൻ പാടില്ല. എനിക്കറിയാത്ത ഞാൻ പറയില്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ, അത് ആര് പറഞ്ഞാലും, ശ്രീ ഗണേശ് എന്ന് മാത്രമല്ല വേറെ ആര് പറഞ്ഞാലും അതിന് കൃത്യമായി ഞാൻ മറുപടി പറയും. അത് ഞങ്ങളുടെ സംഘടനയുടെ ഒരു നിലപാടും കൂടിയാണ്. ലാൽ സലാം.